അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ 100 ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. ഒരു മഹത്തായ ഒരു സ്വലാത്താണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാഹ് 100 ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു മഹത്തായ സ്വലാത്താണ്. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണുള്ളത്. ഈ മഹത്തായ മാസം ഒരുപാട് പോരിശകളുള്ള മാസമാണ്. നല്ല ഖിലാസോടെ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുന്നതാണ്. റബ്ബേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ നിറവേറ്റി തരണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടം വെക്കുന്നതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരും. മുത്തുനബി അല്ലാഹു ഉയർന്ന പദവി കൊണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത്. കാരണം പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, റഫഅനാ ലക ദിക്റക, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നബിയെ അങ്ങയുടെ പദവി ഞാൻ ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ സമയത്തും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സമയങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാറുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചക കീർത്തനങ്ങൾ പാടുന്നതിലൂടെയും മുത്തുനബി അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വാക്ക് വിളിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും വാക്ക് വിളികൾ ഇങ്ങനെ ഒരു സെക്കൻഡ് പോലും നിർത്താതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആളുകൾ തിരിച്ചും വാക്കിന് ജവാബ് നൽകപ്പെടുകയാണ്, ഉത്തരം നൽകുകയാണ്. അവരും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നവരും പറയുകയാണ്. രാത്രിയാകുമ്പോൾ നിങ്ങൾ നോക്കിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ രാത്രിയാകുമ്പോൾ അമേരിക്കയിൽ പകലാണ്. അമേരിക്കയിൽ പകലാകുമ്പോൾ നമ്മുടെ നാടുകളിൽ രാത്രിയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ നാമങ്ങൾ ഇങ്ങനെ വാക്കിലൂടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, എപ്പോഴും റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നു. ഞാൻ അസ്റിന്റെ സമയത്താണ് ഇവിടെ പ്രസംഗിക്കുന്നതെങ്കിൽ മറ്റൊരു രാജ്യത്ത് ഇത് മഗ്രിബിന്റെ സമയമാകാൻ സാധ്യതയുണ്ട്. അല്ലെ, ളുഹറിന്റെ സമയം നമ്മുടെ നാട്ടിലാകുമ്പോൾ വേറൊരു രാജ്യത്ത് അസ്റിന്റെ സമയമാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ലോകം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് നബിയെ ലറഫഅനാ ലക ദിക്റക, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയുടെ നാമത്തെ അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൽ തഹിയ്യാത്തിനും മയ്യത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം മുത്തുനബിയുടെ മേൽ സലാത്ത് ചൊല്ലാറുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് നബി തങ്ങളുടെ മേൽ ഒരു ദിവസം എത്ര സലാത്തുകളാണ് നമുക്ക് ചൊല്ലൽ നിർബന്ധമായത്. ഖുർആനിൽ ഒരിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു നബി തങ്ങളെ വിളിച്ചിട്ടില്ല. മറ്റെല്ലാ പ്രവാചകന്മാരെയും പേരെടുത്തുകൊണ്ട് അല്ലാഹു വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെടുത്തുകൊണ്ട് അല്ലാഹു റസൂലുള്ളാഹിനെ വിളിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുളഫർ രാജാവ്, ബഹുമാനപ്പെട്ട മഹാനായ മുളഫർ രാജാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാതെ ഇഷ്ടം കൊണ്ട് 5000 ആടും 10000 കോഴിയും അറുത്ത് 1,30,000 പാത്രത്തിൽ അലുവയും കൊടുത്ത് വരുന്നവർക്കൊക്കെ കൈമടക്കും സമ്മാനങ്ങളും കൊടുത്ത് 3 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തിന് വേണ്ടി, അവിടുത്തെ മൗലിദ് ശരീഫിന് വേണ്ടി മഹാനായ മുളഫർ രാജാവ് ചെലവഴിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം വ്യത്യസ്തമായ രീതിക്ക് മഹാരഥന്മാർ പ്രകടിപ്പിക്കാറുണ്ട്. ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കും. അതുപോലെ ചിലർ റസൂലുള്ളാഹിന്റെ മേൽ ഒരുപാട് സലാത്ത് ചൊല്ലൽ പതിവുണ്ടായിരുന്നു.
എന്നാൽ മുദഫർ രാജാവ് പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ മൗലിദ് ശരീഫ് പാരായണം നടത്തിക്കുകയും ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയും ജനങ്ങളെയും വിളിച്ചു വരുത്തുകയും മുത്തുനബി തങ്ങളുടെ മൗലിദ് ശരീഫിന് വേണ്ടി ധാരാളം സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു രാജാവായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്. അപ്പൊ ഇതെല്ലാം എന്തിനായിരുന്നു? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മുത്തുനബിയുടെ പേരിൽ മൗലിദ് കഴിക്കാൻ. അതാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉഹുദ് വലയോളം. ആരാണ് പറഞ്ഞത്? മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹുദ് വലയോളം സമാനമായി, ഉഹുദ് വലയോളം സമാനമായി എനിക്ക് സ്വർണ്ണ നാണയമുണ്ടെങ്കിൽ ഞാനത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ശരീഫ് കഴിക്കാൻ വേണ്ടി ചിലവാക്കുമായിരുന്നു എന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ മനസ്സിൽ ആഗ്രഹം അതായിരുന്നു. പക്ഷേ അവർക്ക് ഇത്രയും സമ്പത്തില്ലായിരുന്നു. എന്നാൽ മുദഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന് വേണ്ടി ധാരാളം സമ്പത്തുകൾ ചെലവഴിക്കുമായിരുന്നു. മുദഫർ രാജാവിന്റെ കാലത്ത് ശൈഖ് ഇബ്നു ഹദിയ എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മദ്ഹുകൾ ഒരു മൗലിദ് ശരീഫ് രചിക്കുകയുണ്ടായി. ഈ മൗലിദ് ശരീഫ് മഹാനായ മുദഫർ രാജാവിന് സമ്മാനിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഇത് എഴുതിയ ആ മനുഷ്യന് 1,00,000 സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുകയാണ് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ കുറിച്ച്. അതുപോലെ തന്നെ പദ്യത്തിലും ഗദ്യത്തിലുമായിട്ട് മഹാനവറുകളിൽ ഒരു മൗലിദ് ശരീഫ് രചിച്ചുകൊണ്ട് ആ രാജാവിനെ സമ്മാനിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായി. 1,00,000 ദീനാറ്, 1,00,000 സ്വർണ്ണ നാണയം സമ്മാനമായി അദ്ദേഹത്തിന് നൽകപ്പെടുകയാണ്. കണ്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാരുതന്മാർ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച വഴികൾ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിക്കപ്പെട്ടതാണ് മഖ്ബൂസ് മൗലിദ്. അതാണ് ഇപ്പോൾ നമ്മൾ വീടുകളിൽ ഓതുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒരു ഹിക്കായത്തെങ്കിലും ഒരു ദിവസം ഓതണം. ഭയങ്കരമായ ബർക്കത്താണ്. റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും ഓതണം. ഇമാമിങ്ങൾ മൊത്തം അതിന് തെളിവ് പറഞ്ഞതാണ്. മുത്തുനബിയുടെ വധമാണ് പറയുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പൊന്നാനിയിലുള്ള സമയത്ത് ആ നാട്ടിൽ വലിയ അസുഖം, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. ആ സമയം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അടുക്കൽ വന്ന് ആളുകൾ സങ്കടം പറഞ്ഞു, ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം. ആ സങ്കടം മാറുന്നതിനായി മഹാനവറുകൾ ഇമാം ഗസാലി തങ്ങളുടെ സുബ്ഹാന മൗലിദ്, ഇമാം ഗസാലി തങ്ങളുടെ സുബ്ഹാന മൗലിദ്, അത് വലിയ ഒരു മൗലിദായിരുന്നു. അതിനെ ചുരുക്കി എഴുതി. അതാണ് മഖ്ബൂസ് മൗലിദ്. മഖ്ബൂസ് മൗലിദ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അത് ജനങ്ങൾ ഓതി അവരുടെ അസുഖങ്ങൾക്കെല്ലാം അല്ലാഹു ശമനം നൽകുകയാണ്. പല മഹാന്മാർക്കും അതിനെ വൈത്ത് ഓതിയപ്പോൾ തന്നെ പരിഹാരം കിട്ടിയിട്ടുണ്ട്. അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാസം മൗലിദുകളും സലാത്തുകളും ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സലാത്ത് ചെല്ലണം. അതുപോലെ മൗലിദ് ശരീഫുകളൊക്കെ ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ അല്ലാഹു മാറ്റുന്നതാണ്. ഭവനമില്ലാത്തവരുണ്ട്, രോഗം കൊണ്ട് വലിയുന്നവരുണ്ട്, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ മഖ്ബൂസ് മൗലിദിന്റെ ഒരു വരിയെങ്കിലും ഒരു ഹിക്കായത്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പാരായണം ചെയ്യണേ. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ 100 ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്ന ഒരു മഹത്തായ സലാത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഈ സലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സലാത്താണ്. ഇതിന്റെ മഹത്വം വലുതാണ്. കാരണം അവർക്ക് എല്ലാവർക്കും വേണ്ടി സലാത്ത് സലാം ചൊല്ലുമ്പോൾ അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എളുപ്പമാക്കി തരുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള ഒരു മഹത്തായ സലാത്താണ്. ഈ സലാത്ത് എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലണം. അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി വഅസ്വാജിഹി വഔലാദിഹി വഇത്രതിഹി വസല്ലിം തസ്ലീമൻ കസീറാ. ഈ മഹത്തായ സലാത്ത് എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലണം. അല്ലാഹു നിങ്ങളുടെ മുറാദുകളൊക്കെ ഹസനാക്കി തരുന്നതാണ്. ഈ സലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ, ഈ സലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. അതായത് ദുനിയാവിലെ 30 ആവശ്യങ്ങളും ആഖിറത്തിലെ 70 ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അത്ര നല്ല ഒരു സലാത്താണ്. ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കില്ലേ, അല്ലാഹു അതൊക്കെ നിറവേറ്റി തരുന്നതാണ്. അല്ലാഹുവേ, മുത്തനബി തങ്ങളുടെ മേൽ ധാരാളം സലാത്ത് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമിനായ അല്ലാഹു, ഈ പ്രപഞ്ച സത്താവായ പടച്ചവനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്തിനെ കുറിച്ചിട്ടാണ് റബ്ബേ പറഞ്ഞത്. ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. കുറച്ചവരെ ഞങ്ങളെ കടങ്ങളൊക്കെ വീടില്ല അല്ലാഹ്. ഞങ്ങളെ കടക്കാരായിട്ട് വരിപ്പിക്കുക അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. വിവാഹപ്രായം വെച്ച് നിൽക്കുന്ന മക്കൾക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങൾ ഏതെല്ലാം മേഖലകളിൽ സഞ്ചരിക്കുന്നു ആ മേഖലകളിലെല്ലാം നീ വിജയം നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.